ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക രാഷ്ട്രീയത്തെയും നമ്മുടെ ഇന്ത്യയെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന വളരെ സുപ്രധാനമായ ചില വലിയ അന്താരാഷ്ട്ര വാർത്തകളെ കുറിച്ചാണ്. ഒരു വശത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള മിസൈൽ യുദ്ധം ലോകത്തെ ഒരു തേർഡ് വേൾഡ് വാർ ഭീതിയിലേക്ക് തള്ളിവിടുമ്പോൾ, മറുവശത്ത് 7 വർഷത്തിനു ശേഷം നോർത്ത് കൊറിയയിലെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പുതിയൊരു പവർ ഗെയിമിന് തുടക്കമിടുകയാണ്. ഇതിനിടയിലാണ് യുണൈറ്റഡ് നേഷൻസിൽ വെച്ച് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വന്ന പാകിസ്ഥാനെ നമ്മുടെ രാജ്യം കൃത്യമായി പൂട്ടിക്കെട്ടിക്കുന്നത്. ഇത് മാത്രമല്ല, സാക്ഷാൽ ഇലോൺ മസ്ക് വരെ ഇന്ത്യയുടെ ഭാവി ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരു വലിയ ഡെമോഗ്രാഫിക് പ്രതിസന്ധിയും, അതോടൊപ്പം ടൂറിസം വളർത്താൻ ലക്ഷദ്വീപിൽ 47 വർഷത്തിന് ശേഷം മദ്യനിരോധനം മാറ്റിയതുമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. നോക്കാം ഓരോന്നും. വെൽക്കം ടു ലോക. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ അഭിമാനത്തോടെ ഇന്ത്യ എന്ന് പറയും. ചൈനയെ വരെ നമ്മൾ പിന്നിലാക്കി. എന്നാൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു വൻ ദുരന്തമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതും മറ്റാരുമല്ല, സാക്ഷാൽ ഇലോൺ മസ്ക് ആണ് ഇപ്പോൾ ഇന്ത്യയെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്. അതെ, ഇന്ത്യയിലെ ജനന നിരക്ക് അല്ലെങ്കിൽ ബർത്ത് റേറ്റ് അതിവേഗം താഴേക്ക് പതിക്കുകയാണ്. ഇന്ത്യയുടെ ബർത്ത് റേറ്റ് ഇപ്പോൾ റീപ്ലേസ്മെന്റ് ലെവലിനും താഴെയാണ് എന്നാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. അതായത് മരിക്കുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടെ പുതിയ കുട്ടികൾ ജനിക്കുന്നില്ല എന്ന. ഇതെന്താണ് സംഭവം? ഇന്ത്യയിൽ ഇനി ആളുകൾ കുറയുമോ, അതോ മസ്ക് വെറുതെ ഭ്രാന്ത് പറയുന്നതാണ്? 2026 ജൂണിലെ ഏറ്റവും പുതിയ ഗവൺമെന്റ് റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ മിസ്റ്ററി ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം SRS റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR, അതായത് ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് പ്രസവിക്കുന്ന കുട്ടികളുടെ ശരാശരി എണ്ണം 1.9 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. ട്വിസ്റ്റ് ഇവിടെയാണ്. ഒരു രാജ്യത്തെ ജനസംഖ്യ അതേപടി നിലനിർത്തണമെങ്കിൽ ഈ ഒരു റേറ്റ് 2.1 എങ്കിലും ആയിരിക്കണം. ഇതിനെയാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് അച്ഛനും അമ്മയും മരിക്കുമ്പോൾ പകരം നിൽക്കാൻ 2 കുട്ടികൾ വേണം. എന്നാൽ ഇന്ത്യയിൽ അത് 1.9 താഴ്ന്നു. അതായത് ഒരു പതിറ്റാണ്ട് മുൻപ് 2.3 ആയിരുന്ന സ്ഥാനത്ത് നിന്നാണ് രാജ്യം ഇത്രയും പെട്ടെന്നുള്ള ഇടിവിലേക്ക് പോയത്. ഇതിനർത്ഥം ഭാവിയിൽ ഇന്ത്യയുടെ ജനസംഖ്യ കൂടുകയല്ല, മറിച്ച് കുറയാൻ പോവുകയാണ്. ദി ഇക്കണോമിസ്റ്റും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഇതേ കാര്യമാണ് പറയുന്നത്. ഇലോൺ മസ്ക് പണ്ടേ പോപ്പുലേഷൻ കൊളാപ്സ് അല്ലെങ്കിൽ ജനസംഖ്യാ തകർച്ചയെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഇതാണ് എന്നാണ് മസ്ക് പറയുന്നത്. മസ്ക് തന്റെ എക്സ് പോസ്റ്റിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ ഈ ജനന നിരക്ക് വർഷങ്ങൾക്ക് മുൻപേ റീപ്ലേസ്മെന്റ് ലെവലിനും താഴേക്ക് പോയിരുന്നു. എന്തുകൊണ്ടാണ് മസ്ക് ഇത് പറയുന്നത്? കാര്യം സിമ്പിൾ ആണ്. ജനസംഖ്യ കുറയുമ്പോൾ രാജ്യത്തെ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കുറയും. രാജ്യം മുഴുവൻ വയസ്സന്മാരെ കൊണ്ട് നിറയും. ജപ്പാനിലും ചൈനയിലും ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് വലിയൊരു സാമ്പത്തിക തകർച്ചയുണ്ടാകും. ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് ഇക്കണോമിക്ക് ഇത് താങ്ങാൻ കഴിയില്ല. എന്നാൽ ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണ് എന്നറിയാമോ? ഇന്ത്യ മുഴുവൻ ഒരേപോലെയല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡെമോഗ്രാഫിക് ഡിവൈഡ് ഉണ്ട് എന്ന് വ്യക്തമാണ്. അതായത് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും 2 തട്ടിലാണ്. നമ്മുടെ രാജ്യത്തെ തലസ്ഥാനമായ ഡൽഹിയിലെ TFR വെറും 1.2 ആണ്. യൂറോപ്യൻ രാജ്യമായ ഫിൻലൻഡിനേക്കാൾ താഴെയാണത്. കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ ഇത് 1.3 ആണ്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലും 1.4. അതായത് തെക്കൻ സംസ്ഥാനങ്ങൾ അതിവേഗം ഏജിംഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ പ്രായമായവരുടെ നാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർ 15.1% കഴിഞ്ഞു. അതേസമയം വടക്കോട്ട് നോക്കുകയാണെങ്കിൽ കഥ മാറും. ബീഹാർ ആണ് ഈ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലുള്ളത്. TFR എന്ന് പറയുന്നത് 2.9 ആണ്. ഉത്തർപ്രദേശിൽ ഇത് 2.6 ആണ്. മധ്യപ്രദേശിൽ 2.4. ഈ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബീഹാറിലെ 1/3 ജനങ്ങളും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ജനസംഖ്യാ സ്ഥിരത പരിധിയായ 2.1 മുകളിൽ നിൽക്കുന്ന വലിയ സംസ്ഥാനങ്ങൾ ഇവ മാത്രമാണ്. ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലവും വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക സാഹചര്യങ്ങളുമാണ് ഉയർന്ന ജനന നിരക്കിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നത്? എക്സ്പേർട്സ് ഇതിന് ചില പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് വിമൻ എഡ്യൂക്കേഷൻ ആൻഡ് എംപവർമെന്റ്. അതായത് സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുകയും ജോലിക്ക് പോവുകയും ചെയ്യുമ്പോൾ വിവാഹപ്രായം ഉയരുന്നു. റിപ്പോർട്ട് പ്രകാരം 73.5% സ്ത്രീകളും 21 വയസ്സിന് ശേഷമാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം ഹെൽത്ത് കെയർ ആക്സസ് ആണ്. ഗവൺമെന്റിന്റെ മികച്ച ഫാമിലി പ്ലാനിംഗ് രീതികളും 95.4 പ്രസവങ്ങളും ഹോസ്പിറ്റലുകളിൽ നടക്കുന്നതുമൊക്കെ ശിശുമരണ നിരക്ക് കുറച്ചു. കുട്ടികൾ മരിച്ചു പോകുമെന്ന പേടിയില്ലാത്തതിനാൽ പണ്ടത്തെ പോലെ ഒരുപാട് കുട്ടികളെ ആരും പ്രസവിക്കുന്നില്ല.
ഇത്രയധികം ജനന നിരക്ക് കുറഞ്ഞിട്ടും ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കുറയാത്തത് എന്ന സംശയം ആർക്കും ഉണ്ടായേക്കാം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജനസംഖ്യ ചലനാത്മകത, അതായത് പോപ്പുലേഷൻ മൊമെന്റം എന്ന സയന്റിഫിക് പ്രതിഭാസമാണ്. കഴിഞ്ഞ ദശകങ്ങളിലെ ഉയർന്ന ജനന നിരക്കിന്റെ ഫലമായിട്ട് നിലവിൽ ഇന്ത്യയിൽ കുട്ടികൾക്ക് ജന്മം നൽകാൻ പ്രായമുള്ള യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രജനന നിരക്ക് കുറഞ്ഞാലും ഈ വലിയ യുവതലമുറ കാരണം അടുത്ത ഏതാനും വർഷങ്ങളിലേക്ക് ജനസംഖ്യയിൽ ചെറിയ വർധനവ് തുടർന്നുണ്ടാകും. ചൈനയെ മറികടന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയ ഇന്ത്യയിൽ നിലവിൽ 145 കോടിയിലധികം ജനങ്ങളുണ്ട്. എന്നാൽ വരും പതിറ്റാണ്ടുകളിൽ ഈ വളർച്ചാ നിരക്ക് പൂർണ്ണമായും മന്ദഗതിയിലാവുകയും ഒരു നിശ്ചിത പരിധിക്ക് ശേഷം ജനസംഖ്യ കുത്തനെ കുറയാൻ തുടങ്ങുകയും ചെയ്യും. ലോങ് ടേമിൽ നോക്കുമ്പോൾ ഈ ഒരു ജനസംഖ്യാ വ്യതിയാനം രാജ്യത്തിന്റെ ഇക്കണോമിയെയും തൊഴിൽ മേഖലയും അതുപോലെ സാമൂഹിക ഘടനയും വളരെ സാരമായിട്ട് ബാധിക്കും. നിലവിൽ ഇന്ത്യ തങ്ങളുടെ യുവാക്കളുടെ കരുത്തിലാണ് ആഗോളതലത്തിൽ സാമ്പത്തിക കുതിപ്പ് നടത്തുന്നത്. ഇതിനെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അഥവാ ജനസംഖ്യാപരമായ ലാഭം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ വരും ദശകങ്ങളിൽ ജനന നിരക്ക് കുറയുന്നതോടെ യുവാക്കളുടെ എണ്ണം കുറയുകയും പ്രായമായവരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇത് രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും. ജോലി ചെയ്യുന്ന പരിമിതമായ ആളുകളുടെ മേൽ വലിയ നികുതി ബാധ്യത വരികയും പ്രായമായവർക്കുള്ള പെൻഷനും ആരോഗ്യ പരിപാലനത്തിനുമുള്ള ഫണ്ട് കണ്ടെത്താൻ സർക്കാരുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. ഇന്ന് ജപ്പാനും ദക്ഷിണ കൊറിയയും ഒക്കെ അഭിമുഖീകരിക്കുന്ന അതേ പ്രതിസന്ധിയിലേക്കാണ് നാളെ ഇന്ത്യയും നടന്നു നീങ്ങുന്നത് എന്ന് ചുരുക്കം. ഈ പുതിയ യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ വെക്കുന്നത് വലിയ ചില വെല്ലുവിളികളാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിനായിട്ട് പണ്ട് നടപ്പിലാക്കിയ കർശനമായ നിയമങ്ങൾ ഇനി രാജ്യത്തിന് അനുയോജ്യമല്ല എന്ന് ഈ റിപ്പോർട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ പ്രായമാകുന്ന ജനസംഖ്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും യുവതലമുറയുടെ കുറവ് എങ്ങനെ നികത്തണമെന്നുമുള്ള കാര്യങ്ങളിൽ ഭരണകർത്താക്കൾ ഇപ്പോൾ മുതൽ തന്നെ കൃത്യമായ ആസൂത്രണം നടത്തേണ്ടിയിരിക്കുന്നു. മനുഷ്യ വിഭവശേഷിയുടെ ക്വാളിറ്റി ഉയർത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുക മാത്രമാണ് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏക മാർഗം. ജനസംഖ്യാ വർധനവിനെ കുറിച്ചുള്ള പഴയ മിഥ്യാധാരണകൾ വെടിഞ്ഞ് മാറുന്ന ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് നയങ്ങൾ രൂപീകരിക്കാനും രാജ്യം തയ്യാറാകേണ്ടതുണ്ട്. വരാനിരിക്കുന്ന തലമുറകളുടെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ സുസ്ഥിരമായ വികസനവും ഉറപ്പാക്കാൻ ഈ ജനസംഖ്യാ മാറ്റത്തെ അതീവ ഗൗരവത്തോടെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്ത്യയുടെ ജനസംഖ്യ പെട്ടെന്നൊന്നും ഇല്ലാതാകില്ല. നമ്മളിപ്പോൾ തന്നെ 146 കോടിയിലധികമുണ്ട്. പക്ഷേ വരാൻ പോകുന്ന 20 മുതൽ 30 വർഷങ്ങളിൽ ഇന്ത്യ വലിയൊരു പ്രതിസന്ധി നേരിടും. ഒരു വശത്ത് പ്രായമേറുന്ന ദക്ഷിണേന്ത്യ, മറുവശത്ത് യുവാക്കൾ നിറഞ്ഞ ഉത്തരേന്ത്യ. ലേബർ ഫോഴ്സിലെ കുറവും സോഷ്യൽ വെൽഫെയർ സ്കീമുകളുടെ ഭാരവും ഇന്ത്യക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. ഇലോൺ മസ്ക് കാട്ടിയ ഭയം വെറുതെ അല്ല എന്ന് ചുരുക്കം. പശ്ചിമേഷ്യ വീണ്ടും കത്തുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ അല്ലെങ്കിൽ സീസ് ഫയർ പൂർണ്ണമായി തകർത്തുകൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ മിസൈൽ പോരാട്ടമാണ് നടത്തിയത്. എന്നാൽ ഈ യുദ്ധക്കളത്തിലേക്ക് ഒരു മാസ് എൻട്രി നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു കൂട്ടർക്കും ഒരൊറ്റ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ഷൂട്ടിംഗ് ഇമ്മീഡിയറ്റ്ലി, അതായത് ഇപ്പോഴത്തെ ഈ ഒരു കളി നിർത്തി ചർച്ചയ്ക്ക് വരണമെന്നും അതുമാത്രമല്ല 2 ആഴ്ചയ്ക്കുള്ളിൽ താൻ ഇറാനെതിരെ ടോട്ടൽ വിക്ടറി, അതായത് സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. സാധാരണ ഇസ്രായേൽ എന്ത് ചെയ്താലും കൂടെ നിൽക്കുന്ന അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് ഒരൊറ്റ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ബിബി, യു വിൽ ബി ഓൺ യുവർ ഓൺ, അതായത് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ പോയാൽ നീ ഇനി തനിയെ അനുഭവിച്ചോ, സഹായിക്കാൻ അമേരിക്കയെ കൂട്ടണ്ട എന്ന്. നെതന്യാഹുവിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ ഫോൺ കോളിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആ മിസൈൽ യുദ്ധത്തിന്റെ സത്യാവസ്ഥ എന്താണ് നോക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. ഈ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് ജൂൺ 7 ഞായറാഴ്ചയാണ്. വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായിട്ട് ഇസ്രായേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ കനത്ത രീതിയിൽ വ്യോമാക്രമണം നടത്തി. ഇതിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബെയ്റൂട്ടിലെ ആക്രമണം ഇറാന്റെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിച്ചു. മണിക്കൂറുകൾക്കകം IRGC ഇസ്രായേലിന് നേരെ 30ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇതിനെ അവർ ഓപ്പറേഷൻ നസർ എന്നാണ് വിളിച്ചത്. ഇസ്രായേലിലെ പ്രമുഖ വ്യോമസേനാ താവളമായ റാമത്ത് ഡേവിഡ് ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ മിസൈലുകൾ പാഞ്ഞെത്തിയത്. മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇറാൻ നേരിട്ട് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നത്. ഇതിന്റെ ഭയത്തിൽ വടക്കൻ ഇസ്രായേൽ മുഴുവൻ എയർ റെയ്ഡ് സൈറണുകൾ മുഴങ്ങി. ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഒളിച്ചു. പക്ഷേ ഇസ്രായേൽ അവിടെയും നിർത്തിയില്ല. അവർ തിരിച്ചും ഇറാന്റെ ഉള്ളിലേക്ക് വ്യോമാക്രമണം നടത്തി. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും ഒരു പെട്രോകെമിക്കൽ കോംപ്ലക്സും ഇസ്രായേൽ തകർത്തു എന്നാണ് റിപ്പോർട്ട്. ഇതിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂതികളും ഇസ്രായേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടു.
ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റ് ഒരു കംപ്ലീറ്റ് വാർ അല്ലെങ്കിൽ ഒരു വൻ ആഗോള യുദ്ധത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് സീനിലേക്ക് വരുന്നത്. ട്രംപ് ഉടൻ തന്നെ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു. പ്രമുഖ മാധ്യമങ്ങളായ അൽ ജസീറയും ആക്സിയോസും പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് നെതന്യാഹുവിനോട് വളരെ രൂക്ഷമായിട്ടാണ് സംസാരിച്ചത്. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ബിബി, യു ബെറ്റർ ബി കെയർഫുൾ ഓർ യു വിൽ ബി ഓൺ യുവർ ഓൺ വെരി സൂൺ. ട്രംപ് എന്താണ് ശരിക്കും ഉദ്ദേശിച്ചത്? ഇറാനുമായിട്ടൊരു വലിയ സമാധാന കരാറിന് ട്രംപ് മാസങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. പാകിസ്ഥാൻ വഴി യുഎസും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ഡീൽ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. എന്നാൽ ഇസ്രായേൽ ഇറാനെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചാൽ ഈ സമാധാന ചർച്ചകൾ പൂർണ്ണമായി തകരും. അതുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ പ്ലാൻ തകർക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിന് ലാസ്റ്റ് വാർണിംഗ് നൽകിയിരിക്കുകയാണ്. നെതന്യാഹു അല്ല, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ട്രംപിന്റെ ഈ ഒരു കടുത്ത വാർണിംഗ് നെതന്യാഹുവിനെ ശരിക്കും പ്രതിരോധത്തിലാക്കി. ഇനി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ട ഒരു ഞെട്ടിക്കുന്ന വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ ഉള്ളിലേക്ക് ഒരു വമ്പൻ വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ എല്ലാം സെറ്റ് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനങ്ങൾ ബോംബുകളുമായിട്ട് റൺവേയിൽ ടേക്ക് ഓഫിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ കൃത്യം ആ സമയത്താണ് ട്രംപിന്റെ ഫോൺ കോൾ വരുന്നത്. ഇനി മുന്നോട്ട് പോയാൽ US പിന്തുണ ഉണ്ടാകില്ല എന്ന ഭീഷണി വന്നതോടെ നെതന്യാഹുവിന് ആ വൻ സൈനിക നീക്കം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നു. തുടർന്ന് നെതന്യാഹു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിലും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്നും ഇറാൻ ഇനിയും കളിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഇത്രയും കടുത്തൊരു നിലപാട് എടുത്തത്? ഇതിന് പിന്നിൽ വലിയൊരു ഇക്കണോമിക്സ് ഉണ്ട് എന്ന് പറയണം. ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന പാതയാണിത്. ഇത് ബ്ലോക്ക് ആയാൽ ലോകം മുഴുവൻ എണ്ണവില കുതിച്ചുയരും. വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാകും. ട്രംപിന് അത് താങ്ങാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇറാന്റെ ടോപ്പ് നെഗോഷിയേറ്റേഴ്സ് വ്യക്തമാക്കിയത് അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ തങ്ങളുടെ പരിധിയിലുണ്ട് എന്നാണ്. യുദ്ധം മുറുകിയാൽ US ബേസുകൾ ആക്രമിക്കപ്പെടുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാനായിട്ട് അടിയന്തരമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ താൽക്കാലികമായ ഒരു ശാന്തത വന്നിട്ടുണ്ടെങ്കിലും ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തതയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രംപിന്റെ ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹു തൽക്കാലം യുദ്ധം നിർത്തിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇത് വീണ്ടും പൊട്ടിത്തെറിക്കാം. കാരണം രണ്ടു കൂട്ടരും തങ്ങളുടെ വിരലുകൾ തോക്കിന് ട്രിഗറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അമേരിക്ക ശരിക്കും ഇസ്രായേലിനെ കൈവിടുമോ അതോ ഇതൊരു താൽക്കാലിക രാഷ്ട്രീയ നാടകമാണോ? ട്രംപ് പറയുന്നത് പോലെ അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ സമാധാന കരാർ ഉണ്ടാകുമോ അതോ നെതന്യാഹു വീണ്ടും കളം മാറ്റുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. എണ്ണവില ലോക മാർക്കറ്റിൽ ഇപ്പോൾ തന്നെ 5% ഉയർന്നു കഴിഞ്ഞു. ഈ യുദ്ധം ലോക സാമ്പത്തിക രംഗത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ജിയോ പോളിറ്റിക്സ് ഒരു വമ്പൻ റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ്. ശത്രുക്കൾ മിത്രങ്ങളാകും, മിത്രങ്ങൾ ശത്രുക്കളാകും. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വണ്ടി കയറി സാക്ഷാൽ നോർത്ത് കൊറിയയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഷി ജിൻപിങ് നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. 2026 ചൈനീസ് പ്രസിഡന്റ് നടത്തുന്ന ആദ്യത്തെ വിദേശ സന്ദർശനം കൂടിയാണിത്. ലോക നേതാക്കൾ മുഴുവൻ ബീജിംഗിലേക്ക് വന്ന് ഷി ജിൻപിങ്ങിനെ കാണാൻ ക്യൂ നിൽക്കുമ്പോൾ ഷി ജിൻപിങ് ഇങ്ങോട്ട് വന്ന് കിം ജോങ് ഉന്നിനെ കണ്ടതിന് പിന്നിൽ ഭയങ്കരമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒരുപോലെ ഞെട്ടി നിൽക്കുന്ന ഈ സന്ദർശനത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ചൈന ശരിക്കും എന്താണ് ലക്ഷ്യമിടുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഷി ജിൻപിങ്ങും ഭാര്യ പെങ് ലിയുവാനും പ്യോങ്യാങ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ കിം ജോങ് ഉന്നും ഭാര്യ റി സോൾ ജുവും ചേർന്ന് 21 ഗൺ സല്യൂട്ടോടെ അതിഗംഭീരമായ വരവേൽപ്പാണ് നൽകിയത്. നഗരം മുഴുവൻ ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും കൊടികളും ഇരു നേതാക്കളുടെയും കൂറ്റൻ ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഈ സന്ദർശനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചൈനയും നോർത്ത് കൊറിയയും തമ്മിലുള്ള 1961 ചരിത്ര പ്രസിദ്ധമായ സമാധാന സൗഹൃദ കരാറിന്റെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയുടെ 65ാം വാർഷികം പ്രമാണിച്ചിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച. ചൈന ഒപ്പിട്ടിട്ടുള്ള ഏക മിലിറ്ററി ഡിഫൻസ് കരാർ ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങാത്തം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ആർക്കും തകർക്കാൻ പറ്റാത്ത, കാലം തെളിയിച്ച ഒരു അൺബ്രേക്കബിൾ ആൻഡ് ടൈം ടെസ്റ്റഡ് റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇരുവരും ലോകത്തോട് ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ ഈ ഒരു സൗഹൃദത്തിന് പിന്നിൽ വലിയൊരു അസൂയയും പേടിയുമുണ്ട്. ഈ വാർത്തയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റും അതാണ്. ചൈനയ്ക്ക് ഇപ്പോൾ നോർത്ത് കൊറിയയോട് കടുത്ത ദേഷ്യവും ആശങ്കയുമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, റഷ്യ തന്നെയാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം നോർത്ത് കൊറിയ റഷ്യയുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്.
ലക്ഷക്കണക്കിന് ആയുധങ്ങളും ഏതാണ്ട് 12,000-ഓളം സൈനികരെയും കിം ജോങ് ഉൻ റഷ്യയെ സഹായിക്കാൻ യുക്രൈൻ അതിർത്തിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 2000-ലധികം നോർത്ത് കൊറിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ലേറ്റസ്റ്റ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇതിന് പകരം റഷ്യ നോർത്ത് കൊറിയയ്ക്ക് അത്യാധുനിക ന്യൂക്ലിയർ മിസൈൽ സാങ്കേതിക വിദ്യകൾ നൽകുന്നുണ്ട്. ഇതാണ് ചൈനയെ ചൊടിപ്പിക്കുന്നത്. ഇതുവരെ നോർത്ത് കൊറിയയുടെ ഒരേയൊരു ബിഗ് ബ്രദർ ചൈനയായിരുന്നു. നോർത്ത് കൊറിയയുടെ 95% വ്യാപാരവും ചൈന വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിമ്മിന് റഷ്യ എന്ന മറ്റൊരു വലിയ പാർട്ട്ണറെ കിട്ടി. കിമ്മിന്റെ ഈ ഒരു കളി കാരണം തങ്ങൾക്ക് നോർത്ത് കൊറിയയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നാണ് ഷി ജിൻപിങ്ങിന്റെ പേടി. ആ റഷ്യൻ സ്വാധീനം വെട്ടിമാറ്റാനാണ് ഷി ജിൻപിങ് ഇപ്പോൾ നേരിട്ട് എത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം. മറ്റൊരു പ്രധാന കാര്യം ഇതിന്റെ ടൈമിംഗ് ആണ്. പ്യോങ്യാങ്ങിലേക്ക് വിമാനം കയറുന്നതിന് തൊട്ടു മുൻപത്തെ ആഴ്ചകളിൽ ഷി ജിൻപിങ് ബീജിംഗിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും റഷ്യൻ പ്രസിഡന്റ് പുടിനെയും പ്രത്യേകം കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഷി ജിൻപിങ് കിമ്മിന്റെ അടുത്തെത്തുന്നത്. ഇവിടെ ഒരു മീഡിയേഷൻ ഗാംബിറ്റ് അല്ലെങ്കിൽ ഒരു അനുരഞ്ജന കളി നടക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡൊണാൾഡ് ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാൻ ഷി ജിൻപിങ് ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം റഷ്യയ്ക്ക് ഒരിക്കലും നോർത്ത് കൊറിയയ്ക്ക് അമേരിക്കയുമായുള്ള ഒരു നയതന്ത്ര പാത ഒരുക്കി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ചൈനയ്ക്ക് അത് സാധിക്കും. അതേസമയം ജൂൺ ആദ്യവാരം കിം ജോങ് ഉൻ പുതിയൊരു ന്യൂക്ലിയർ പ്ലാന്റ് സന്ദർശിച്ച് തങ്ങളുടെ ആയുധശേഷി കൂട്ടാൻ ആഹ്വാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇനി ഈ ഒരു ഹൈ ലെവൽ മീറ്റിംഗിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത് എന്ന് നോക്കാം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാമ്പത്തികം, കൃഷി, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ വലിയ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം അടഞ്ഞുകിടക്കുന്ന അതിർത്തികൾ പൂർണ്ണമായി തുറക്കാനും പാസഞ്ചർ ട്രെയിനുകളും വിമാന സർവീസുകളും പുനരാരംഭിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇതിലൂടെ നോർത്ത് കൊറിയയുടെ സാമ്പത്തിക ലൈഫ് ലൈൻ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കുകയാണ് ചൈന ചെയ്യുന്നത്. ഷി ജിൻപിങ്ങിന്റെ ഈ ഒരു നോർത്ത് കൊറിയൻ സന്ദർശനം വെറും ഒരു സൗഹൃദം പുതുക്കൽ മാത്രമല്ല, അത് ഒരേ സമയം അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ്. ഒപ്പം തങ്ങളെ മറികടന്ന് കളിക്കരുതെന്ന് റഷ്യയ്ക്കുള്ള കൃത്യമായ മെസ്സേജുമാണ്. കിം ജോങ് ഉൻ റഷ്യയുടെ കൂടെ പോകുമോ അതോ ചൈനയുടെ തണലിൽ തന്നെ നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രകൃതി ഭംഗി കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ മനോഹരമായ കടൽ തീരങ്ങളും പവിഴപ്പുറ്റുകളും മാത്രമല്ല നമ്മുടെ ഓർമ്മയിൽ വരിക. അവിടെയുള്ള കർശനമായ മദ്യനിരോധനം കൂടി വരും. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും വലിയ വാർത്ത എന്താണ് എന്ന് വെച്ചാൽ, ലക്ഷദ്വീപിൽ നീണ്ട 47 വർഷമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു മദ്യനിരോധനം കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ട് പിൻവലിച്ചിരിക്കുകയാണ്. അതെ, 1979 മുതൽ ലക്ഷദ്വീപിനെ ഒരു ഡ്രൈ സ്റ്റേറ്റ് ആയി നിലനിർത്തിയിരുന്ന നിയമം റദ്ദാക്കിക്കൊണ്ട് പുതിയ ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ ലക്ഷദ്വീപിൽ ലൈസൻസ് ഉള്ള ഔട്ട്ലെറ്റുകൾ വഴി യഥേഷ്ടം മദ്യം വാങ്ങാം, വിൽക്കാം. ടൂറിസം വളർത്താൻ കേന്ദ്ര സർക്കാർ എടുത്ത ഈ ഒരു ഡിസിഷൻ ഇപ്പോൾ വലിയൊരു വിവാദത്തിനാണ് വഴിതെളിച്ചിരിക്കുന്നത്. 96%-ലധികം മുസ്ലിം ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ ഈ നിയമം എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഗവൺമെന്റിന്റെ യഥാർത്ഥ പ്ലാൻ എന്താണ് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ലക്ഷദ്വീപിലെ മദ്യനിരോധനത്തിന്റെ ചരിത്രം ഒന്ന് നോക്കാം. 1979 ലക്ഷദ്വീപിൽ മദ്യനിരോധന നിയമം കൊണ്ടുവരുന്നത്. അവിടുത്തെ പ്രാദേശിക സംസ്കാരവും മതപരമായ വിശ്വാസങ്ങളും യുവാക്കൾ മദ്യത്തിന് അടിമപ്പെടാതിരിക്കാനും വേണ്ടിയായിരുന്നു ഇത്. ജനവാസമില്ലാത്ത ബംഗാരം ദ്വീപിലെ റിസോർട്ടുകളിൽ മാത്രമായിരുന്നു ഇതിനൊരു മാറ്റം ഉണ്ടായിരുന്നത്. ബാക്കി ഒരു ദ്വീപിലും മദ്യം കിട്ടില്ലായിരുന്നു. എന്നാൽ 2020 പ്രഫുൽ ഖോദ പട്ടേൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചാർജ് എടുത്തതോടെയാണ് ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നീക്കങ്ങൾ തുടങ്ങിയത്. 2021 ചില ദ്വീപുകളിൽ മദ്യം അനുവദിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രാദേശികമായി വലിയ പ്രതിഷേധം ഉയർന്നു. പക്ഷേ ഒടുവിൽ 2026 ജൂൺ ആദ്യവാരത്തിൽ വന്ന ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പഴയ നിയമം പൂർണ്ണമായിട്ട് റദ്ദാക്കപ്പെടുകയായിരുന്നു. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: ടൂറിസം ബൂം. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് ശേഷം അങ്ങോട്ടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് 47%-ലധികമാണ് വർദ്ധിച്ചത്. ലക്ഷദ്വീപിനെ മാലദ്വീപിന് പകരമുള്ള ഒരു ആഗോള ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാനാണ് കേന്ദ്രത്തിന്റെ പ്ലാൻ. മാൽഡീവ്സിൽ പോകുന്ന വിദേശ ടൂറിസ്റ്റുകൾക്ക് അവിടെ മദ്യം സുലഭമായി ലഭിക്കാറുണ്ട്. ലക്ഷദ്വീപിൽ വൻകിട റിസോർട്ടുകളും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചറുകളും വരുമ്പോൾ മദ്യം ലഭ്യമല്ലെങ്കിൽ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾ വരാൻ മടിക്കുമെന്ന് ഗവൺമെന്റ് കരുതുന്നു. അതുകൊണ്ടാണ് ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ബൂസ്റ്റ് നൽകാൻ വേണ്ടി ഈ ഒരു കടുത്ത തീരുമാനം കേന്ദ്രമെടുത്തത്. പക്ഷെ ഒരു കാര്യമുണ്ട്: മദ്യനിരോധനം നീക്കി എന്ന് കരുതി ആർക്കും എവിടെയും കയറി മദ്യപിക്കാൻ പറ്റില്ല. ഇതിനായിട്ട് കടുത്ത നിയന്ത്രണങ്ങളും ഭീമമായ നികുതിയുമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ഇതിന്മേൽ ചുമത്തിയിരിക്കുന്ന എക്സൈസ് ഡ്യൂട്ടി എത്രയാണ് എന്നറിയാമോ? 400%. ബിയറിന് മേലുള്ളത് 200% നികുതിയാണ്. അതുപോലെ വൈനിനുള്ളത് 80% നികുതിയാണ്. അതായത് സാധാരണക്കാരന് വാങ്ങി കുടിക്കാൻ പറ്റാത്ത അത്രയും വലിയ വിലയായിരിക്കും ലക്ഷദ്വീപിൽ മദ്യത്തിന് ഉണ്ടാകുക.
ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഇപ്പോഴും മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കാനും ആവശ്യമെങ്കിൽ ചില ദ്വീപുകളിൽ വീണ്ടും നിരോധനം ഏർപ്പെടുത്താനും പൂർണ്ണ അധികാരമുണ്ട്. ഇതുകൂടാതെ 21 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല എന്നും കർശന വ്യവസ്ഥയുണ്ട്. അതായത് സാധാരണക്കാരന് വാങ്ങി കുടിക്കാൻ പറ്റാത്ത അത്രയും വലിയ വിലയായിരിക്കും ലക്ഷദ്വീപിൽ മദ്യത്തിനുണ്ടാകുക. വില കൂടുന്നതും കുറയുന്നതും അവിടെ നിൽക്കട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന വസ്തുത നമ്മൾ മറക്കരുത്. നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും തകർക്കുന്ന ഒന്നാണിത്. ഗവൺമെന്റ് ടാക്സ് കൂട്ടുന്നത് ഒരുപക്ഷെ ആളുകൾ മദ്യപിക്കുന്നത് കുറയ്ക്കട്ടെ എന്ന് കരുതി കൂടിയാകാം. ഇനി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഈ ഒരു നിയമത്തിന് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ലക്ഷദ്വീപ് MP ആയ മുഹമ്മദ് ഹംദുള്ള സയ്യിദ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രാദേശിക ജനങ്ങളോടോ പഞ്ചായത്തുകളോടോ യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് കേന്ദ്രം ഈ നിയമം അടിച്ചേൽപ്പിച്ചത് എന്നാണ് പ്രതിപക്ഷവും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം വിവാദമാകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലക്ഷദ്വീപിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 96% മുസ്ലിം ജനവിഭാഗമാണ്. മദ്യപാനം പൂർണ്ണമായി വിലക്കുന്ന ഇസ്ലാമിക തത്വങ്ങളെയും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തെയും മാനിച്ചുകൊണ്ടാണ് 1979 ഗവൺമെന്റ് അവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ മദ്യവിൽപ്പന അനുവദിക്കുന്നത് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതിയെയും സമാധാനപരമായ അന്തരീക്ഷത്തെയും പൂർണ്ണമായി തകർക്കുമെന്നാണ് ദ്വീപിലെ പ്രാദേശിക സംഘടനകൾ വാദിക്കുന്നത്. കൗതുകകരമായ മറ്റൊരു കാര്യം ഇതാണ്, ലക്ഷദ്വീപിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ഇതേപോലെ മദ്യനയം ഉദാരമാക്കിയതിനെതിരെ അവിടെയുള്ള ബുദ്ധമത സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ്. തിരിച്ച് ലക്ഷദ്വീപിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷദ്വീപിനെ മറ്റൊരു ഗോവയോ ഡൽഹിയോ ആക്കണ്ട എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. ലക്ഷദ്വീപിനെ സാമ്പത്തികമായി വളർത്താനും അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ ഒന്നാമതെത്തിക്കാനും കേന്ദ്ര സർക്കാർ എടുത്ത ഈ ഒരു തീരുമാനം ഒരു വശത്ത് വലിയൊരു സാമ്പത്തിക സാധ്യതയാണ് തുറന്നു നൽകുന്നത്. എന്നാൽ മറുവശത്ത് അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരത്തെയും താല്പര്യങ്ങളെയും മാനിക്കാതെയാണോ ഈ ഒരു വികസനം എന്ന ചോദ്യവും പ്രസക്തമാണ്. ടൂറിസവും പ്രാദേശിക താല്പര്യങ്ങളും തമ്മിലുള്ള ഈ ഒരു പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിലും വാർത്തകൾ എന്ത് തന്നെയാണെങ്കിലും ഒരു കാര്യം എപ്പോഴും ഓർക്കുക, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, അത് ജീവിതം തകർക്കും. അതുകൊണ്ട് ഇത്തരം ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുന്നത് തന്നെയാണ് ഉചിതം. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ വന്ന ഒടുവിൽ സ്വന്തം നാണക്കേട് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വന്ന പാകിസ്ഥാന്റെ കഥയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ പിച്ചു ചീന്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ മറയ്ക്കാൻ വേണ്ടി പുതിയതായിട്ട് ഇറക്കിയ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന പ്രൊപ്പഗാൻഡയെ ഇന്ത്യൻ അംബാസിഡർ പരസ്യമായിട്ട് പൊളിച്ചടുക്കി. പാകിസ്ഥാൻ എന്നത് വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്നാണ് ഇന്ത്യ ആഞ്ഞടിച്ചത്. എന്താണ് ഈ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ? അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന പാക് സൈന്യത്തിന്റെ തനി നിറം ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും മറ്റ് അതിർത്തികളിലും ആഭ്യന്തര കലാപങ്ങളും ഭീകരാക്രമണങ്ങളും രൂക്ഷമാണ്. ഇതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പാക് ഗവൺമെന്റ് ഒരു വഴി കണ്ടെത്തി. തങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും അവർ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ ഗവൺമെന്റ് ഏജൻസികൾക്ക് ഒഫീഷ്യൽ നോട്ടീസ് നൽകി. അതായത് ഈ ഗ്രൂപ്പുകളെല്ലാം ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കുക. യാതൊരു തെളിവുമില്ലാതെ മതപരമായ വാക്കുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ കള്ളക്കളിക്കാണ് ഇന്ത്യ ഇപ്പോൾ UN-ൽ വെച്ച് 8ന്റെ പണി കൊടുത്തത് എന്ന് പറയണം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ അംബാസിഡർ പർവതനേനി ഹരീഷ് ശക്തമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത്. ഇന്ത്യൻ അംബാസിഡർ ഹരീഷ് മുഖത്തടിച്ചതുപോലെ പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വന്തം അതിർത്തിക്കുള്ളിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കാൻ ഗവൺമെന്റ് നോട്ടീസ് ഇറക്കുന്നത് മതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഔദ്യോഗിക വ്യാജ പ്രചാരണം മാത്രമാണ്. പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തുന്ന ഒരു വിദ്വേഷ ഫാക്ടറിയുടെ ഫലമാണിത്. സ്വന്തം രാജ്യത്തെ തകർന്ന സാമ്പത്തിക അവസ്ഥയിൽ നിന്നും രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ എപ്പോഴും ഇന്ത്യയോട് ശത്രുതയിൽ നിർത്താനും വേണ്ടിയാണ് പാകിസ്ഥാൻ മിലിറ്ററി ഈ നാടകം കളിക്കുന്നത്. സ്വന്തം പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റം പറയുന്ന പാകിസ്ഥാന്റെ ഈ പഴയ ശീലം ഇനി ലോകത്തിന് മുന്നിൽ വില പോകില്ല എന്നും ഇന്ത്യ പാകിസ്ഥാനിലെ ജനാധിപത്യം എത്രത്തോളം പരാജയമാണ് എന്ന് ഇന്ത്യ UN-ൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പാർലമെന്റ് പാസാക്കിയ 27 ഭരണഘടനാ ഭേദഗതിയിലൂടെ അവിടെ ഒരു ഡിഫാക്ടോ മിലിറ്ററി കൂപ്പ്, അതായത് അപ്രഖ്യാപിത പട്ടാള അട്ടിമറിയാണ് നടന്നതെന്ന് ഇന്ത്യ തുറന്നടിച്ചു. ഈ നിയമത്തിലൂടെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് എന്ന പുതിയ പദവി ഉണ്ടാക്കി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ 5 വർഷത്തേക്ക് പ്രതിഷ്ഠിച്ചു. ചുരുക്കത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെന്റിന് അവിടെ ഒരു വിലയുമില്ല. ഭരണം മുഴുവൻ പട്ടാളത്തിന്റെ കൈകളിലാണ്. ഈ അധികാരം നിലനിർത്താനാണ് അവർ ഇന്ത്യയെ എപ്പോഴും ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് ഇന്ത്യ തുറന്നു പറഞ്ഞു.
ഇനിയാണ് ഈ ഒരു പ്രസംഗത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭാഗം. അഫ്ഗാനിസ്ഥാനിലെ നിരപരാധികളായ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ ഇന്ത്യ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം 2026 ആദ്യ 3 മാസങ്ങളിൽ മാത്രം പാക് സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ 750-ലധികം അഫ്ഗാൻ പൗരന്മാരാണ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തത്. ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞ ഒരു വരിയുണ്ട്: ഒരു കൂട്ടക്കൊലയെ സൈനിക ഓപ്പറേഷൻ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം കുറ്റവാളി അല്ലാതാകുന്നില്ല. സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതും അനാഥരാക്കുന്നതും ഒരിക്കലും തീവ്രവാദ വിരുദ്ധ പോരാട്ടമല്ല. വിശുദ്ധ റമദാൻ മാസത്തിൽ പോലും കാബൂളിലെ ഒമിദ് അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിന് നേരെ പാകിസ്ഥാൻ ക്രൂരമായ വ്യോമാക്രമണം നടത്തി 269 നിരപരാധികളെ കൊന്നൊടുക്കി. ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും ഇസ്ലാമിക ഐക്യദാർഢ്യത്തെക്കുറിച്ചും പ്രസംഗിക്കുകയും മറുവശത്ത് നിരപരാധികളെ ബോംബിട്ട് കൊല്ലുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ കൃത്യമായി തുറന്നുകാട്ടി. സ്വന്തം രാജ്യത്തെ തീവ്രവാദികളെയും സാമ്പത്തിക തകർച്ചയും നിയന്ത്രിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ പേര് പറഞ്ഞ് ലോകത്തെ പറ്റിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യ കൊടുത്തത് അർഹിച്ച മറുപടി തന്നെയാണ്. വിദ്വേഷം വിതച്ച് അധികാരം നിലനിർത്താൻ നോക്കുന്ന പാക് മിലിറ്ററിയുടെ തന്ത്രങ്ങൾ ഇനി ആഗോളതലത്തിൽ നടക്കില്ല എന്ന് ഇന്ത്യ വീണ്ടും തെളിയിച്ചു കഴിഞ്ഞു. ഈ വാർത്തകളെല്ലാം കാണുമ്പോൾ ലോകം വലിയൊരു അശാന്തിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് തോന്നാം. യുദ്ധങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ഒരു വശത്ത് നടക്കുമ്പോഴും നയതന്ത്രത്തിലൂടെയും സമാധാന ചർച്ചകളിലൂടെയും ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ മനുഷ്യരാശിക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വീഴുന്ന ജനനിരക്കും സാമ്പത്തിക വെല്ലുവിളികളും ഉണ്ടെങ്കിലും ശരിയായ പ്ലാനിങ്ങിലൂടെയും യുവാക്കളുടെ കഠിനാധ്വാനത്തിലൂടെയും ഒരു സൂപ്പർ പവറായി മുന്നേറാൻ നമുക്ക് സാധിക്കും. കൂടുതൽ മെച്ചപ്പെട്ട സമാധാനമുള്ളൊരു നാളെ പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഗുഡ് നൈറ്റ്.